ആകാശവാണി. ഇത് ഗഡാ കടങ്കായുടെ കഥയാണ്. അഥവാ മധ്യേന്ത്യയിൽ നർമ്മദാ താഴ്വര മുതൽ വടക്കൻ മധ്യപ്രദേശ് വരെയും വിന്ധ്യ സത്പുര പർവ്വതനിരകൾ വരെയും വ്യാപിച്ചു കിടന്നിരുന്ന ഗ്വാണ്ട്വാന സാമ്രാജ്യത്തിൻ്റെ കഥ. ചരിത്രം രചിക്കാൻ നിയതി തിരഞ്ഞെടുത്ത റാണി ദുർഗാവതിയുടെ കഥ. ഭാരതീയ ചരിത്രത്തിൽ വീര്യം, സാഹസികത, ശൗര്യം, ആത്മാഭിമാനം, അതുല്യമായ നേതൃത്വം എന്നിവയുടെ ഒരു ജ്വലിക്കുന്ന പ്രതീകമാണ് റാണി ദുർഗാവതി. പതിനാറാം നൂറ്റാണ്ടിലെ റാണി ദുർഗാവതിയുടെ ഭരണകാലം ഗ്വാണ്ട്വാന സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ സാമ്പത്തിക അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സുവർണ യുഗമായി കണക്കാക്കപ്പെടുന്നു. ഇന്ന് ദേശീയ നാടക പരിപാടിയിൽ തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു റാണി ദുർഗാവതി. മൂലഹിന്ദി രചന യോഗേഷ് ത്രിപാഠി. മലയാള പരിഭാഷ രഞ്ജിനി KR. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ അർച്ചന ചന്ദ്രൻ, അമൽ കൃഷ്ണ, PAM റഷീദ്, ലീലാമ ചെത്തിപ്പുഴ, S രാജശേഖരൻ, സുരേഷ് വെമ്പായം, OP വിശ്വനാഥൻ, ഡോക്ടർ രാജു D കൃഷ്ണപുരം, അഡ്വക്കേറ്റ് മാരായമുട്ടം ജോണി, വേണു കണിയാരത്ത്, ദിലീപ് MK, വിനോദ് കല്ലറ, ധന്യരാജ്. റാണി ദുർഗാവതി. കാലം 16-ാം നൂറ്റാണ്ട്. ചുറ്റും അരാജകത്വം പടർന്നു പിടിക്കുമ്പോഴും ഗഡാ കഠാങ്ക് ഒരുപക്ഷെ ശാന്തിയും സമാധാനവും നിലനിന്നിരുന്ന ഏക രാജ്യമായിരുന്നു. എല്ലാം ശുഭമായി നടക്കുന്നുണ്ടായിരുന്നു. ഗ്വാണ്ട്വാന സാമ്രാജ്യത്തിലെ മഹാരാജാവ് ദൽപത് ഷാ തൻ്റെ പത്നി ദുർഗാവതി, പുത്രൻ വീരനാരായണൻ, രാജമാത പത്മാവതി എന്നിവരോടൊപ്പം രാജ്യം ഭരിച്ചു പോന്നു. എന്നാൽ കാലം ചിലപ്പോൾ വലിയ ക്രൂരനാകാറുണ്ട്. ദൽപത് ഷാ പെട്ടെന്ന് രോഗബാധിതനായി സ്വർഗസ്ഥനായി. റാണി ദുർഗാവതിക്ക് ഇതൊരു ഇടിത്തീ പോലെയായിരുന്നു. റാണിജി, രാജമാതാ പത്മാവതിയും രാജപുരോഹിതൻ മഹേഷ് ഠാക്കൂറും എഴുന്നള്ളുന്നുണ്ട്. മകളെ ദുർഗാവതി, നമ്മുടെ സന്തോഷത്തിന്മേൽ കാലന്റെ കരിനിഴൽ വീണു. മകളെ, കരിനിഴൽ വീണു. സ്വയം നിയന്ത്രിക്കൂ രാജമാതാ. റാണി സാഹിബ. രാജപുരോഹിതൻ മഹേഷ് ഠാക്കൂർ, ഇപ്പോഴെങ്കിലും നിയമങ്ങളെ ഒന്നും മറക്കൂ. എനിക്ക് എൻ്റെ പൊന്നുമോൻ നഷ്ടപ്പെട്ടു. ഇവളുടെ മംഗല്യം ഇന്ന് തകർന്നു പോയി. ഇന്നിവിടെ രാജമാതായുമല്ല, റാണിയുമല്ല, ഒരമ്മയും ഭക്തിയുമാണ് കരയുന്നത്. ഇന്ന് മനസ്സ് നിറയുന്നത് വരെ കരയാൻ ഒന്നനുവദിക്കൂ രാജപുരോഹിത, കരയാൻ ഒന്നനുവദിക്കൂ. ഈശ്വരന്റെ നിശ്ചയത്തെ മാറ്റാൻ ആർക്കും കഴിയില്ല രാജമാത. എന്നാൽ ഇത് ധൈര്യം സംഭരിക്കേണ്ടതിൻ്റെയും തീരുമാനങ്ങൾ എടുക്കേണ്ടതിൻ്റെയും സമയമാണ്. ക്ഷമിക്കണം രാജമാത. രാജ്യത്തിൻ്റെ രക്ഷയ്ക്കും ആദരവിനും മുന്നിൽ രാജവംശത്തിൻ്റെ വ്യക്തിപരമായ ദുഃഖങ്ങൾ ഒരാഡംബരം മാത്രമാണ്. ഗഠാരാജ്യത്തിന് ചുറ്റും ശത്രുക്കൾ നിറഞ്ഞിരിക്കുകയാണ്.
നമ്മൾ ദുർബലരായാൽ ഗോണ്ട്വാന സാമ്രാജ്യം അടിമപ്പെടാൻ അധികം സമയം വേണ്ടിവരില്ല. രാജമാത വിജയിക്കട്ടെ. രാജമാത, മഹാരാജാവിനോടൊപ്പം മഹാറാണി ദുർഗാവതി സതി അനുഷ്ഠിക്കുമെന്ന് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വിളംബരം നടക്കുന്നുണ്ട്. എന്ത്? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഞാൻ സതി അനുഷ്ഠിക്കില്ല. എന്റെ പ്രാണനും മനസ്സ് നൽകിയാണ് ഞാൻ എന്റെ ഭർത്താവിനെ സ്വീകരിച്ചത്. അദ്ദേഹം പോയി. എന്നാ അദ്ദേഹത്തിന്റെ അപൂർണമായ കനവുകൾ പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്വം ഇനി എന്റേതാണ്. ദുർഗാദേവി നൽകിയ ഈ അമൂല്യമായ ജീവൻ ഞാൻ വൃഥ കളയില്ല. രാജമാതാ, മോളെ, അനുഗ്രഹിക്കൂ. അങ്ങയുടെ മകന് ശേഷം ഇനി അങ്ങയുടെ ദുർഗാവതിയുടെ ഓരോ ശ്വാസവും മാതൃഭൂമിയുടെ രക്ഷയ്ക്കും ആദരവിനും വേണ്ടി സമർപ്പിക്കും. മോളെ. ദിവാൻ ആധാർ സിംഗ്, എന്താണ് കാര്യം? രാജമാതാ, മാൾവയിലെ ബായ് സിംഗ് ബാജ് ബഹദൂർ ഖാൻ നമ്മളെ ആക്രമിച്ചിരിക്കുന്നു. എന്ത്? അവൻ്റെ പിതാവ് ഷുജാത് ഖാൻ്റെ കല്ലറയിലെ മണ്ണ് പോലും ഉണങ്ങിക്കാണില്ല. അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകൾ പോലും കഴിയുന്നതിന് മുൻപ് അവൻ ശ്രദ്ധ മാറ്റിയിരിക്കുന്നു. എഴുന്നേൽക്കും മകളെ. നീ മഹാരാജാവ് ദൽപത് ഷായുടെ വിധവയാണെന്ന് മറക്കൂ. ഇപ്പോൾ നീ ഗഡാരാജ്യത്തിൻ്റെ റാണിയാണ്, റാണി ദുർഗാവതി. ആധാർ സിംഗ് ജി, ബാജ് ബഹാദൂറിന്റെ ആക്രമണത്തിന് നമ്മൾ ശക്തമായ മറുപടി നൽകും. സൈന്യത്തെ ഉടൻ അയക്കൂ. യുദ്ധഭൂമിയിൽ ഞാൻ മുന്നിലുണ്ടാവും. ആജ്ഞ പോലെ. റാണി ദുർഗാവതി നിശബ്ദമായി തൻ്റെ സൈന്യവുമായി മലനിരകൾക്കിടയിൽ പോയി നിലയുറപ്പിച്ചു. ബാജ് ബഹാദൂറിൻ്റെ സൈന്യം അവിടെ എത്തിയപ്പോൾ അവരെ പെട്ടെന്നാക്രമിച്ചു. റാണി ദുർഗാവതി തൻ്റെ ധീരത കൊണ്ടും സൈനിക തന്ത്രങ്ങൾ കൊണ്ടും ബാജ് ബഹാദൂറിനെ മുട്ടുകുത്തിച്ചു. ബാജ് ബഹാദൂർ പിടിക്കപ്പെട്ടു. എന്നാൽ മഹാറാണി അവന് മുന്നറിയിപ്പ് നൽകി വിട്ടയച്ചു. നീ എന്തിനാണ് മകളെ ബാജ് ബഹാദൂറിനെ വിട്ടയച്ചത്? അവൻ എപ്പോഴെങ്കിലും അപകടകാരിയായി തീരില്ലേ? അവന് മാപ്പ് നൽകി നമ്മൾ ധർമ്മം പാലിച്ചു രാജമാതാ. നാളെ ഇനി അവൻ അപകടകാരിയായാൽ നമ്മളും അപകടകാരികളാകും. ദിവാൻ ആധാർ സിംഗ്, റാണിയുടെ സതിയെക്കുറിച്ചുള്ള കിംവദന്തിക്ക് പിന്നിൽ ആരാണെന്ന് അങ്ങയ്ക്ക് മനസ്സിലായോ? ക്ഷമിക്കണം രാജമാതാ, ഇതെല്ലാം രാജകുമാരൻ ചന്ദ്രഷായുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തത്. ജ്യേഷ്ഠന്റെ മരണശേഷം ചന്ദ്രഷായുടെ ഈ ക്രൂരമായ പ്രവൃത്തിയുടെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അവന്റെ ഈ ഉദ്ദേശം ഒരിക്കലും സഫലമാകില്ല. ദിവാൻജി, രാജമാതാ, നമ്മൾ ജാഗ്രത പാലിക്കണം. യുവരാജാവ് വീരനാരായണനെ രാജാവായി അയക്കുമ്പോൾ ചന്ദ്രഷാ എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചാൽ അവനെ തടവിലാക്കണം. ആജ്ഞ പോലെ രാജമാതാ. റാണി ദുർഗാവതി ജയിക്കട്ടെ. യുവരാജാവ് വീരനാരായണൻ ജയിക്കട്ടെ. ഈ തലപ്പാവ് സ്വീകരിക്കൂ മഹാറാണി. ആയിക്കോട്ടെ. രാജകുമാരനെ ധരിപ്പിക്കൂ. നിർത്തൂ. മഹാരാജ് ദൽപത് ഷായ്ക്ക് ശേഷം ഈ സിംഹാസനത്തിന്റെ അവകാശി ഞാനാണ്. അദ്ദേഹത്തിന്റെ അനുജൻ ചന്ദ്രഷാ. ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ ചന്ദ്രഷായ്ക്ക് മാത്രമേ അവകാശമുള്ളൂ, മറ്റാർക്കുമില്ല. യുവരാജാവ് വീരനാരായണൻ ഇപ്പോഴും പ്രായപൂർത്തിയാകാത്തവനാണ്, ദുർബലനാണ്. ഇല്ല മകനെ ചന്ദ്രഷാ, വീരനാരായണൻ തന്നെ സിംഹാസനത്തിൽ ഇരിക്കും. അപ്പോൾ രാജ്യത്തിന്റെ രക്ഷ ആര് ചെയ്യും? ഭരണം ആര് നോക്കുമമ്മേ? അമ്മയല്ല, രാജമാത എന്ന് വിളിക്കൂ. രാജ്യത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത് റാണി ദുർഗാവതിയായിരിക്കും. അവൾ അതിന് പ്രാപ്തയാണ്. നീ സുഖലോലുപനായി ഇരിക്കുമ്പോൾ അവൾ ആ ബാജ് ബഹാദൂറിനെ മുട്ടുകുത്തിക്കുകയായിരുന്നു.
ഈ രാജ്യത്ത് എത്രയോ കോട്ടകളും കുളങ്ങളും തടാകങ്ങളും റാണി ദുർഗാവതി നിർമ്മിച്ചു കഴിഞ്ഞു. എന്ത് തന്നെയായാലും ഒരു സ്ത്രീ യുദ്ധക്കളത്തിലിറങ്ങുന്നത് നമ്മുടെ പാരമ്പര്യമല്ല രാജമാതാ. വിധവയായ ജ്യേഷ്ഠത്തി മര്യാദ പാലിച്ചുകൊണ്ട് അന്തപുരത്തിൽ തന്നെ കഴിയണം. എനിക്ക് അന്തപുരത്തിൽ കഴിയേണ്ടതില്ല കൊച്ചനിയ. ആനപ്പുറത്തിരുന്ന് വിതുമ്പേണ്ടതുമില്ല. ഞാൻ ഇവിടെ ദർബാറിലിരിക്കും. മുഖം മറയ്ക്കാതെ തന്നെ ഇരിക്കും. അതെ, എപ്പോഴത്തെയും പോലെ യുദ്ധസമയത്ത് ഞാൻ തന്നെ പോർക്കളത്തിലുണ്ടാവും. ഞാനിപ്പോൾ വെറും മരുമകളും ജ്യേഷ്ഠത്തിയുമായ ദുർഗാവതിയല്ല, റാണി ദുർഗാവതിയാണ്. എനിക്കിതൊന്നും സഹിക്കാനാവില്ല. ഞാൻ മഹാരാജ് സംഗ്രാം ഷായുടെ മകനാണ്. ഞാനും മഹാരാജ് സംഗ്രാം ഷായുടെ മരുമകളും ചന്ദേൽ നരേഷ് കീർത്തി സിംഗിന്റെ മകളുമാണെന്ന് അങ്ങും മറക്കരുത്. രാജമാതാ, അങ്ങും കേട്ടോളൂ. എന്നെ സിംഹാസനത്തിൽ ഇരുത്തിയില്ലെങ്കിൽ പിന്നെ സൈന്യത്തിലുണ്ടാകുന്ന കലാപത്തിന്റെ കുറ്റം എന്നിൽ ചുമത്താൻ വരരുത്. അങ്ങനെയോ? ആര് കലാപം ചെയ്യും? നീയോ? എങ്കിൽ ഞാനും അതൊന്ന് കാണട്ടെ. സൈനികരെ, ചന്ദ്രഷായെയും അദ്ദേഹത്തിന്റെ ആളുകളെയും തടവിലാക്കൂ. ഏയ്, വിട്, എന്നെ വിട്. വിടാൻ. ഏയ്. രാജകുമാരൻ ചന്ദ്രഷാ സതിയെക്കുറിച്ചുള്ള കിംവദന്തി പരത്തി അങ്ങ് നേതൃത്വമില്ലാതാക്കാൻ ശ്രമിച്ചു. വീരനാരായണന്റെ രാജാഭിഷേകത്തെ എതിർത്ത് അങ്ങ് രാജമാതാവ് പത്മാവതിയുടെ ആജ്ഞ ലംഘിച്ചു. അങ്ങയുടെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ഈ ക്രൂരമായ കുറ്റത്തിന് വധശിക്ഷ നൽകപ്പെടുമായിരുന്നു. എന്നാൽ അങ്ങ് ഗോണ്ട് രാജവംശത്തിന്റെ പിൻഗാമിയാണ്. അതിനാൽ അങ്ങയെ നാട് കടത്തുന്നു. ഗഡയുടെ സിംഹാസനത്തിൽ ബാലനായ വീരനാരായണനെ ഇരുത്തി റാണി ദുർഗാവതി ഭരണം നടത്തുന്നതുപോലെ ഡൽഹിയുടെ സിംഹാസനത്തിൽ ബാലനായ അക്ബറിനെ ഇരുത്തി സാമ്രാജ്യം ഭരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ബൈറം ഖാൻ. എന്നാൽ പാരമ്പര്യമായി കിട്ടിയ സാമ്രാജ്യം വ്യാപിപ്പിക്കാനുള്ള ആഗ്രഹവും ബൈറം ഖാന്റെ തന്ത്രങ്ങളും പഠിച്ച് അക്ബർ തന്റെ നിഷ്കളങ്കത നഷ്ടപ്പെടുത്തിയിരുന്നു. ഷഹൻഷാ എ ഹിന്ദുസ്ഥാൻ ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എഴുന്നള്ളുന്നു. പ്രഭു, ഗോണ്ട് പ്രവിശ്യയിലെ മഹാറാണി ദുർഗാവതി ബാജ് ബഹാദൂറിനെ തോൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടു. നാട്ടിലെങ്ങും ഇപ്പോൾ റാണി ദുർഗാവതിയുടെ ധീരതയും മഹത്വത്തെയും കുറിച്ചുള്ള ചർച്ചകളാണ്. ധീരതയോ മഹത്വമോ? ബീർബൽ, എനിക്ക് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബറിന് മറ്റൊരാളുടെയും ധീരതയുടെയും മഹത്വത്തിന്റെയും കഥകൾ ഇഷ്ടമല്ല. വിജയനഗരം അത് ദൂരെ തെക്കാണ്, അത് പിന്നീട് നോക്കാം. എന്നാൽ മേവാഡിലെ റാണാ പ്രതാപിനെയും ഗഡയിലെ ഈ വിധവ ദുർഗാവതിയെയും എന്റെ സാമ്രാജ്യത്തിൽ ചേർക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പക്ഷേ പ്രഭു, ഗഡ ഒരു ചെറിയ ശാന്തമായ രാജ്യമാണ്. അവരിൽ നിന്ന് നമുക്ക് നിലവിൽ യാതൊരു ഭീഷണിയുമില്ല. ഭീഷണി അതിർത്തിയുടേതല്ല ബീർബൽ, ഭീഷണി ചരിത്രത്തിൻ്റെതാണ്. വരും കാലം എന്നെ മഹാനായ അക്ബർ എന്ന് വിളിക്കാൻ, ഇന്ന് തല ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന എല്ലാ തലകളും ഞാൻ താഴ്ത്തിയേ തീരൂ. സത്യത്തിൽ മഹത്തായതോ മഹത്താകാൻ സാധ്യതയുള്ളതോ ആയ എല്ലാ രാജാക്കന്മാരെയും രാജ്യങ്ങളെയും എനിക്ക് ജയിക്കണം. എനിക്ക് മറ്റൊരാളുടെ മഹത്വത്തിന്റെ നിഴലിൽ ജീവിക്കാൻ കഴിയില്ല ബീർബൽ. പക്ഷേ പ്രഭു, ഞാൻ കുട്ടിയാണെന്ന് ആളുകൾ പറയുമായിരുന്നു. എന്നെ വിരൽത്തുമ്പിൽ പിടിച്ച് നടക്കാൻ പഠിപ്പിച്ച ആ ബൈറം ഖാനിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. പ്രഭു, രക്തൻപൂരിലെ രാജാവ് കല്യാൺ ഷാഹി അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു. കാണാൻ വന്നതാണോ അതോ എന്തെങ്കിലും ചോദിക്കാൻ വന്നതാണോ? ബീർബൽ, ഈ രത്തൻപൂർ എവിടെയാണ്? ഗഡ രാജ്യത്തിന്റെ ഏതാണ്ട് തെക്ക് കിഴക്ക് അതിർത്തിയിലാണ്
ഈ പറയുന്ന രത്തൻപൂർ. ഓ, എങ്കിൽ തീർച്ചയായും ദുർഗാവതിക്കെതിരെ എന്തെങ്കിലും ഉപദേശം നൽകാൻ വന്നതായിരിക്കും. ഇവിടുത്തെ രാജാക്കന്മാർക്ക് മറ്റ് രാജാക്കന്മാരോട് ഇത്ര അസൂയ എന്തിനാണ് ബീർബൽ? അവനെ വിളിക്കൂ. രക്തൻപൂരിലെ രാജാവ് കല്യാൺ ഷാഹി ഹാജരാകുക. അക്ബർ ചക്രവർത്തിയുടെ ഐശ്വര്യം വർദ്ധിക്കട്ടെ. ഇരിക്കൂ. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് കല്യാൺ ഷാഹി? പ്രഭു, ഗോണ്ട് രാജ്യത്തിലെ റാണി ദുർഗാവതി ബാജ് ബഹാദൂറിനെ തോൽപ്പിച്ചതു മുതൽ എനിക്കറിയാം. ബീർബൽ, നമുക്കറിയാത്ത എന്തെങ്കിലും പറയാൻ പറയൂ. അന്നു മുതൽ അയൽ രാജ്യങ്ങളായ ഞങ്ങൾ അവരെ വളരെ ഭയപ്പെടുന്നു. അവർ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ ആക്രമിക്കാം. ഏയ്, അങ്ങനെയെങ്കിൽ അവർ ഇപ്പോഴേക്കും മാൾവ ആക്രമിച്ചേനെ. മാൾവ ആക്രമിക്കാതെ തന്നെ അവർ വീരശൂര പരാക്രമിയാണെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ അവർ മുഗൾ സാമ്രാജ്യം പിടിച്ചെടുക്കാൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെയോ? അതാരുടെ ബലത്തിലാണ്? ഒന്ന്, അവർക്ക് സ്വന്തം കാര്യത്തിൽ വളരെ അഹങ്കാരമുണ്ട്. രണ്ട്, അവരുടെ അടുക്കൽ വിശേഷപ്പെട്ട ഒരു ആനയും തന്ത്രജ്ഞനായ ഒരു ഉപദേശകനുമുണ്ട്. ഈ രണ്ടിനെയും നമ്മുടെ ദർബാറിൽ ഹാജരാക്കാനുള്ള ഉത്തരവയക്കും. ബീർബൽ, എന്തു പറ്റി? എന്താണ് മിണ്ടാതിരിക്കുന്നത്? അല്ല പ്രഭു, ഇനി അവരെന്തെങ്കിലും വിഡ്ഢിത്തം കാണിച്ച് അങ്ങയുടെ ആജ്ഞ ലംഘിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എങ്കിൽ അത് കൂടുതൽ നന്നായിരിക്കും ബീർബൽ. ഗഡയെ അടിച്ചമർത്താൻ നമുക്ക് നേരിട്ടുള്ള കാരണം ലഭിക്കും. മഹത്തായ ഹിന്ദുസ്ഥാന്റെ മറ്റൊരു മഹത്തായ രാജ്യത്തിലെ മഹത്തായ റാണിയുടെ മഹത്വം തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് അവസാനിക്കും. മഹാറാണി, മുഗൾ ചക്രവർത്തി അക്ബറിന്റെ സന്ദേശവുമായി ഒരു ദൂതൻ വന്നിട്ടുണ്ട്. മുഗൾ ചക്രവർത്തിയുടെ ദൂതനോ? അയാൾ അകത്തേക്ക് കൊണ്ടുവരൂ. ഉത്തരവ്. മഹാറാണി, അക്ബർ ചക്രവർത്തി അങ്ങേക്കൊരു സമ്മാനം അയച്ചിട്ടുണ്ട്. കൂടാതെ അങ്ങയുടെ വിശേഷപ്പെട്ട ആനയായ സർമൻ, അങ്ങയുടെ ഉപദേശകൻ ആധാർ സിംഗ് എന്നിവരെ ഡൽഹി ദർബാറിലേക്ക് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ താലത്തിലെ സമ്മാനം എന്താണ്? സ്വർണം കൊണ്ടുണ്ടാക്കിയ കൂട്. അങ്ങ് അതിഥി മന്ദിരത്തിൽ വിശ്രമിക്കൂ. ഞങ്ങളുടെ മറുപടി കൊണ്ടുപോകാം. ആജ്ഞ പോലെ മഹാറാണി. ജലാലുദ്ദീന്റെ ധൈര്യം! അയാൾ നമ്മുടെ പ്രിയപ്പെട്ട സർമനാനെയും ആധാർ സിംഗ് ജി അങ്ങേയും ആവശ്യപ്പെട്ടിരിക്കുന്നു. അയാൾ അങ്ങനെയൊക്കെ ചെയ്യും മഹാറാണി. ദുർബലമായ രാജ്യങ്ങളെ ഭയപ്പെടുത്താൻ അയാൾ ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഈ കൂടയച്ച് ജലാലുദ്ദീൻ നമുക്ക് നൽകിയ സന്ദേശം നമ്മളവൻ്റെ ആധിപത്യം സ്വീകരിക്കണമെന്നതാണ്. അവൻ നമ്മളെ സ്വർണ്ണക്കൂട്ടിലടച്ച പക്ഷിയാക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് ശരിയായി ഊഹിച്ചു റാണി. ആരെവിടെ? ആ മുഗൾ ദൂതനെ തിരികെ ഇവിടെ കൊണ്ടുവരൂ. ആജ്ഞ പോലെ. ഉത്തരവ് മഹാറാണി. ഇപ്പോൾ അങ്ങേക്ക് പോകാം. അങ്ങയുടെ ജോലി പൂർത്തിയായി. അങ്ങയുടെ ചക്രവർത്തിയോട് പോയി പറയൂ, ഞങ്ങളുടേത് ഒരു സ്വതന്ത്ര രാജ്യമാണ്, അവരുടെ അടിമയല്ലെന്ന്. അതെ, അവരുടെ ഈ അമൂല്യമായ സമ്മാനത്തിനുള്ള മറുപടി നമ്മൾ തന്നെ എത്രയും വേഗം നൽകും. നമ്മൾ മിണ്ടാതിരുന്നാൽ അത് നമ്മുടെ ഭീരുത്വമായി കണക്കാക്കപ്പെടും. അത് ശരിയാണ് മഹാറാണി. എന്നാൽ എന്ത് മറുപടിയാണ് നമ്മൾ നൽകേണ്ടത്? ഒരു പിഞ്ചന, അതായത് ആ പഞ്ഞി നൂൽക്കുന്ന ഉപകരണം നിർമ്മിക്കൂ. അതും സ്വർണം കൊണ്ട്. അവൻ എനിക്ക് കൂടയച്ചു തന്നു അല്ലേ? നമ്മൾ അവന് പഞ്ഞി നൂൽക്കാനുള്ള പിഞ്ചന അയച്ചു കൊടുക്കും. ഗോഡ്വാനയിലേക്ക് നോക്കേണ്ടെന്ന് അവന് സന്ദേശം നൽകാം. ഇനി അഥവാ നോക്കിയാൽ ജീവിതകാലം മുഴുവൻ പഞ്ഞി നൂൽക്കുന്നതല്ലാതെ മറ്റൊരു പണിക്കും കൊള്ളാത്തവനായി തീരുമെന്നും അവൻ മനസ്സിലാക്കട്ടെ. മഹാറാണി, ഇത് കൊണ്ടുപോയി ഡൽഹിയിൽ കൊടുക്കുന്നതാരാണ്? മഹാറാണിക്ക് ഉചിതമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പോകാം. അതെ, ഉചിതമാണ്. ആ അഹങ്കാരിക്ക് പിഞ്ചനയച്ചതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടല്ലോ. ഉടൻ നടപടിയെടുക്കൂ. ഉത്തരവ് റാണിജി.
ഷഹൻഷാ എ ഹിന്ദുസ്ഥാൻ ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എഴുന്നള്ളുന്നു. ചക്രവർത്തിയുടെ ഐശ്വര്യം വർദ്ധിക്കട്ടെ. പ്രഭു, ഗഡാ പ്രവിശ്യയിലെ മന്ത്രി ആധാർ സിംഗ് വന്നിട്ടുണ്ട്. അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു. ഉള്ളിലേക്ക് കൊണ്ടുവരൂ. പ്രണാമം. അപ്പോൾ നീയാണോ ആധാർ സിംഗ്? അതേ ചക്രവർത്തി, ഗഡാ പ്രവിശ്യയിലെ ചെറിയൊരു സേവകൻ. നിന്റെ പേരൊരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങ് ഞങ്ങളുടെ മഹാറാണിക്ക് ഒരു സമ്മാനം അയച്ചിരുന്നു. അവരും അങ്ങേക്കായി ഈ പ്രത്യേക സമ്മാനം തന്നിട്ടുണ്ട്. നോക്കട്ടെ ഈ താലത്തിൽ എന്താണുള്ളതെന്ന്. സമ്മാനം ഹാജരാക്കൂ. ഇതെന്താണ്? പിഞ്ചനയാണ് പ്രഭു. ഇതുകൊണ്ട് പഞ്ഞു നിൽക്കും. പിഞ്ചന? അതും സ്വർണത്തിൻ്റേത്? ബീർബൽ, ഈ പിഞ്ചനയുടെ അർത്ഥം എന്താണ്? പ്രഭു, റാണി ദുർഗാവതി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങ് ഗഡായെ ജയിക്കാനുള്ള മോഹം ഉപേക്ഷിച്ച് പഞ്ഞി നൂൽക്കുന്ന ജോലി തുടങ്ങണമെന്നാണ്. മറ്റൊരർത്ഥവും ഉണ്ടാകും. അതെന്താണ്? അങ്ങ് ഗഡായെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അവരങ്ങയെ തടവിലാക്കും. അവിടെ തടവുകാർക്ക് പഞ്ഞി നൂൽക്കുന്ന ജോലിയാണ് അവർ കൊടുക്കുന്നത്. ഇത്രയും ധൈര്യമോ? ഗഡാ രാജ്യത്തിൽ ഒരുപാട് സ്വർണമുണ്ടെന്ന് തോന്നുന്നു. അങ്ങ് പറഞ്ഞത് ശരിയാണ് ചക്രവർത്തി. ഗഡാ പ്രവിശ്യയിൽ സ്വർണവുമുണ്ട്, ശൗര്യവുമുണ്ട്. നമ്മുടെ രാജ്യം കൈപ്പയ്ക്ക പോലെയാണ്. നമ്മളെ വിഴുങ്ങാൻ ശ്രമിക്കുന്നവരുടെ തൊണ്ട കയ്പ് കൊണ്ട് നിറയും. ആധാർ സിംഗ്, യുദ്ധത്തിന് തയ്യാറായിക്കോളൂ. ദുർഗാവതിയോട് പോയി പറഞ്ഞേക്കൂ. ആസഫ് ഖാൻ, ആസഫ് ഖാൻ, യുദ്ധത്തിന് തയ്യാറെടുക്കൂ. ഗഡയിലേക്ക് ഉടൻ ആക്രമണം നടത്തും. എനിക്ക് ഗഡ വേണം. മനസ്സിലായോ നിനക്ക്? ആജ്ഞ പോലെ അങ്ങനെ സംഭവിക്കൂ. മഹാറാണിക്ക് ജയമുണ്ടാവട്ടെ. മഹാറാണി ജയിക്കട്ടെ. തിരികെ വന്നു ആധാർ സിംഗ് ജി. നമ്മുടെ പിഞ്ചനം കണ്ടിട്ട് ജലാലുദ്ദീൻ എന്ത് തോന്നി? അക്ബറിന് ദേഷ്യം കൊണ്ട് ഭ്രാന്തായി മഹാറാണി. സേനാപതി ആസഫ് ഖാനോട് ഗഡ ആക്രമിക്കാൻ ഉത്തരവിട്ടു എന്ന വാർത്ത ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഗോഡ്വാനയിലെ നിവാസികളാണ്. നമ്മൾ യുദ്ധത്തിന് തയ്യാറെടുക്കുകയല്ല, മറിച്ച് എപ്പോഴും തയ്യാറായിരിക്കുകയാണ്. അവർ വരട്ടെ. യുദ്ധം നടന്നു. കടുത്ത യുദ്ധം. റാണി ദുർഗാവതി തൻ്റെ 1000 സൈനികരുമായി ശത്രുക്കളുടെ കൂറ്റൻ സൈന്യത്തെ ആദ്യം ഒളിപ്പോരിലൂടെ തോൽപ്പിച്ചോടിച്ചു. അടുത്തുള്ള ഇടുങ്ങിയ വഴിയിൽ കുടുങ്ങിയ മുഗൾ സൈന്യത്തിലെ 1000കണക്കിന് സൈനികർ ചത്തൊടുങ്ങി. സ്വന്തം സൈന്യത്തിൻ്റെ ഈ അവസ്ഥ കണ്ട് ആസഫ് ഖാൻ ഭയന്ന് ബാക്കിയുള്ള സൈന്യവുമായി ഓടിപ്പോയി. എന്നാൽ അടുത്ത ദിവസം 1564 ജൂൺ 24 അവർ തിരികെ വന്നു. മഹാറാണി, എന്താണ്? വലിയ വിപത്ത്, വലിയ വിപത്ത്. താൻ കാര്യം പറയൂ. ഇത്തവണ ആസഫ് ഖാൻ തന്റെ എല്ലാ പീരങ്കികളും മലഞ്ചരിവിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എന്ത്? മുന്നിൽ ഒരുപാട് പീരങ്കികൾ കാണുന്നുണ്ട്. എത്ര വലിയ തെറ്റാണ് പറ്റിയത്. നമ്മൾ ഇന്നലെ രാത്രി തന്നെ ആക്രമിച്ചിരുന്നുവെങ്കിൽ അവരുടെ പീരങ്കികളുടെ വായ തുറക്കുന്നതിന് മുൻപ് തന്നെ അവ നശിപ്പിക്കാമായിരുന്നു. ഇനി പിന്നിലേക്ക് നോക്കാനുള്ള സമയമല്ല. വീരസൈനികരെ ആക്രമിക്കൂ. സൈനികരെ, ദുർഗാവതിയുടെ ആന ആ മലയുടെ മുകളിലാണ്. അവിടേക്ക് നമ്മുടെ പീരങ്കി ഉണ്ടകൾ ശരിയായി എത്തുന്നില്ല. മിടുക്കരായ അമ്പയത്തുകാരെ മുകളിലേക്ക് അയക്കും. താഴെ നിന്ന് പീരങ്കി ആക്രമണം തുടരും. ഉത്തരവ് പ്രഭു.
മഹാറാണി! ഇത്തവണ കഴുത്തിലമ്പ്. പക്ഷെ വീരരെ, ഞാൻ നിർത്താൻ പോകുന്നില്ല. സൈനികരെ, വളയൂ! മഹാറാണിയെ സുരക്ഷിതമായി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകൂ. ഞാൻ യുദ്ധക്കളം വിട്ട് പോയില്ല. അവസാന ശ്വാസം വരെ പോരാടും. ജലാലുദ്ദീൻ അറിയട്ടെ ആരെയാണ് നേരിട്ടതെന്ന്. മഹാറാണി! ആധാർ സിംഗ് ജി, ഒരുപാട് ചോര വാർന്നു പോയെന്ന് തോന്നുന്നു. ഈ ശരീരം ഇനി സഹകരിക്കുന്നില്ല. അവരുടെ കൂറ്റൻ സൈന്യം നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവരെന്നെ തടവിലാക്കി അപമാനിക്കുന്നതിന് മുൻപ് ഇതാ എന്റെ കടാര. അങ്ങയുടെ കൈകൾ കൊണ്ട് തന്നെ എന്നെ കൊല്ലൂ. എനിക്ക് വീരമൃത്യു നൽകൂ. ഇല്ല, ഇല്ല, ഇല്ല മഹാറാണി! ഈ അധർമ്മം എന്റെ കൈകൾ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഞാൻ അപമാനിക്കപ്പെടണമെന്നാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? ഗഡയിലെ റാണി മുഗളന്മാരുടെ തടവിലാകണോ? ഇല്ല ആധാർ സിംഗ് ജി, അങ്ങേക്കത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ കടയുടെ മകൾക്ക് സ്വന്തം തീരുമാനമെടുക്കാൻ അറിയാം. റാണി! മഹാറാണി! ആധാർ സിംഗ് ജി, ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു ജീവനും മരണത്തിനുമിടയിൽ അതിലുമില്ലെന്ന്. എന്നും ജയമുണ്ടാകട്ടെ. ജയ് മാതൃഭൂമി! മഹാറാണി! ഈ യുദ്ധം ചരിത്രത്താളുകളിൽ അക്ബർ ജയിച്ചിരിക്കാം. എന്നാൽ കീർത്തിയുടെയും അഭിമാനത്തിൻ്റെയും കൊടിമരത്തിൽ ഉയർന്ന പതാക മഹാറാണി ദുർഗാവതിയുടെ തന്നെയാണ്. ദേശീയ നാടക പരിപാടിയിൽ തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകം റാണി ദുർഗാവതി സമാപിക്കുന്നു. മൂലഹിന്ദി രചന യോഗേഷ് ത്രിപാഠി. മലയാള പരിഭാഷ രഞ്ജിനി KR. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ദുർഗാവതി അർച്ചന ചന്ദ്രൻ, പത്മാവതി ലീലാമ്മ ചെത്തിപ്പുഴ, അക്ബർ അമൽ കൃഷ്ണ, ബീർബൽ ദിലീപ് MK, ആധാർ സിംഗ് PAM റഷീദ്, മഹേഷ് ഠാക്കൂർ OP വിശ്വനാഥൻ, കല്യാൺ ഷാഹി ഡോക്ടർ രാജു D കൃഷ്ണപുരം, അണിയറ ശബ്ദം S രാജശേഖരൻ, രാംചേരി ധന്യരാജ്, ചന്ദ്രഷാ വിനോദ് കല്ലറ, ദൂതൻ മാരായമുട്ടം ജോണി, ആസഫ് ഖാൻ സൈനികൻ, സുരേഷ് N ശ്രീരാഗം, ദ്വാരപാലകൻ സൈനികൻ വേണു കണിയാരത്ത്. സംവിധാന സഹായം N സുനിത, ബിജു കല്ലുവാതുക്കൽ, VN ദീപ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.